എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മളിവിടെ പഠിക്കാൻ പോകുന്നത് ക്ലാസ് 9ലെ NCERTയിലെ സ്പർശ് 1ലെ 4ാമത്തെ ചാപ്റ്ററായ വൈജ്ഞാനിക് ചേതന കെ വാഹക് ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ ആണ്. ഈ ചാപ്റ്ററിൽ പേര് പോലെ തന്നെ നമ്മുടെ സയൻറ്റിസ്റ്റ് ആയ ചന്ദ്രശേഖർ വെങ്കിട്ടരാമനെ പറ്റിയാണ് ഈ മുഴുവൻ ചാപ്റ്ററിൽ നമ്മൾ പഠിക്കാൻ പോകുന്നത്. അദ്ദേഹം സ്കൂളിൽ പോയിരുന്ന കാലം തൊട്ട് ഒരു സയൻറ്റിസ്റ്റായ കാലം വരെയുള്ള യാത്ര എങ്ങനെയുള്ളതായിരുന്നു, എന്തൊക്കെ പ്രതിസന്ധിയാണ് അദ്ദേഹം നേരിട്ടത് എന്നതിനെക്കുറിച്ചൊക്കെയാണ് ഈ ചാപ്റ്ററിൽ പ്രതിപാദിക്കുന്നത്. നോക്കാം നമുക്ക്. पेड़ से सेब गिरते हुए तो लोग सदियों से देखते आ रहे थे. പേട് സേ മരത്തിൽ നിന്നും, സേബ് എന്താണ്? ആപ്പിള് മരത്തിൽ നിന്നും താഴെ വീഴുന്നത് ലോഗ് ജനങ്ങൾ, സദിയോംസെ വർഷങ്ങളായിട്ട്, കാലങ്ങളായിട്ട്, ദേഖ്തേ ആ രഹേ ഥേ കാണുന്നുണ്ടായിരുന്നു. മഗർ ഗിർനെ കെ പീछे छिपे रहस्य को ന്യൂട്ടൻ സെ പഹലെ കോയി ഓർ സമझ नहीं पाया था. പക്ഷേ ഈ താഴേക്ക് വീഴുന്നതിൻ്റെ പുറകിൽ ഒളിച്ചിരിക്കുന്ന ആ ഒരു രഹസ്യം, നേരെ എന്തുകൊണ്ടാണ് ആപ്പിള് നേരെ താഴേക്ക് വീഴുന്നത്, എന്താ മുകളിലേക്ക് പോകാത്തത് എന്നുള്ള ആ ഒരു രഹസ്യം ന്യൂട്ടന് മുമ്പ് ആരും കണ്ടുപിടിച്ചിരുന്നില്ല. എല്ലാവരും ആപ്പിള് മരത്തിൽ നിന്നും താഴെ വീഴുന്നത് കാണും, പക്ഷെ അതിൻ്റെ ഉള്ളിൽ അടങ്ങിയിരിക്കുന്ന, അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം എന്താണെന്ന് ആരാണ് ആദ്യം കണ്ടുപിടിച്ചത്? ന്യൂട്ടനാണ്. ठीक उसी प्रकार विराट समुद्र की नीलवर्णीय आभा को भी असंख्य लोग आदिकाल से देखते आ रहे थे. അതേപോലെ തന്നെ വിരാട് സമുദ്രത്തിലെ നീലവർണ്ണീയ ആബാക്കോ, അതായത് നീലവർണ്ണ എന്ന് പറഞ്ഞാൽ സമുദ്രത്തിലെ എന്താണ്? വെള്ളത്തിൻ്റെ കളർ എന്താണ്? നീലയാണ്. വൈജ്ഞാനിക് എന്ന് പറഞ്ഞാൽ എന്താണ്? സയൻറ്റിസ്റ്റാണ്. അപ്പോൾ അദ്ദേഹം ഈ ആബ എന്ന് പറഞ്ഞാൽ ഭംഗി, സമുദ്രത്തിലെ ആ വെള്ളത്തിന് എന്തുകൊണ്ടാണ് നീല നിറം എന്ന് അദ്ദേഹം ചിന്തിച്ചു. അതായത് അതിനു മുമ്പ് സമുദ്രയ്ക്ക് നീലവർണ്ണീയ ആബാക്കോ, സമുദ്രത്തിലെ ആ നീല നിറത്തിലുള്ള ആബ എന്ന് പറഞ്ഞാൽ ആ ഭംഗി, അസംഖ്യ ലോക്, അസംഖ്യം എന്ന് പറഞ്ഞാൽ എണ്ണപ്പെടാൻ പറ്റാത്തത്ര ആൾക്കാർ, ആദികാൽ എന്ന് പറഞ്ഞാൽ എന്താ? പുരാതന കാലം മുതൽ തൊട്ട് തന്നെ കടലിലെ വെള്ളം എന്താണ്? നീല നിറമാണ്. അതെല്ലാവരും കണ്ടുവരുന്നുണ്ട്. മഗർ ഈസ് ആബാപ്പർ പടേ രഹസ്യക്കെ പർദേക്കോ, പക്ഷേ ഈ ഭംഗിയിൽ എന്തുകൊണ്ടാണ് ആ നീല കളറ് എന്ന് ആ ഭംഗിയിൽ അതിൻ്റെ പുറകിലുള്ള രഹസ്യം പർദേക്കോ ഹടാനേക്കലിയെ, ആ മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം മാറ്റുന്നതിന് വേണ്ടി ഹമാരെ സമക്ഷ്, നമ്മുടെ മുന്നിൽ, സമക്ഷ് എന്ന് പറഞ്ഞാൽ പ്രത്യക്ഷ, സാമനെ, ഉപസ്ഥിത് ഹുയെ, അവതരിച്ചു. ആര്? സർ ചന്ദ്രശേഖർ വെങ്കിട്ടരാമൻ. അതായത് എന്താ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹമാണ് ഈ കടലിലെ വെള്ളത്തിന്, സമുദ്രത്തിലെ വെള്ളത്തിന് എങ്ങനെയാണ് നീല നിറം വരുന്നത്, എന്തുകൊണ്ടാണ് വേറെ കളറൊന്നും വരാത്തത് എന്നൊക്കെ കണ്ടുപിടിച്ചത് അദ്ദേഹമാണ്. बात सन 1921 की है जब രാമൻ സമുദ്രി യാത്ര पर थे. 1921 രാമൻ ഒരു സമുദ്രയാത്ര ചെയ്യുകയായിരുന്നു. ജഹാജ് കെ ടേക്ക് പർ ഗഡേ ഹോക്കർ നീലെ സമുദ്രക്കോ നിഹാർന, അതായത് ഈ കപ്പലിൻ്റെ മുകളിൽ ഗഡേ ഹോക്കർ, ആ ടെക്കിൽ, കപ്പലിൻ്റെ ടെക്കിൽ നിന്നുകൊണ്ട് നീല സമുദ്രക്കോ നിഹാർന, ഈ നീല കളറുള്ള സമുദ്രത്തെ, നിഹാർന എന്ന് പറഞ്ഞാൽ നോക്കിക്കാണുക. പ്രകൃതി പ്രേമി രാമൻ, വളരെയധികം പ്രകൃതി പ്രേമിയായ രാമൻ കോ അച്ഛ ലക്താത, രാമന് വളരെയധികം ഇഷ്ടമായിരുന്നു അങ്ങനെ നോക്കി നിൽക്കുന്നത്. വേ സമുദ്രക്ക് നീലി ആബാമേ ഗണ്ടോം കോയെ രഹത്തെ, അദ്ദേഹം എന്ത് ചെയ്യും? ആ സമുദ്രത്തിൻ്റെ ആ നീല കളറ് നോക്കി മണിക്കൂറുകളോളം അങ്ങനെ ഇരിക്കും, ആസ്വദിച്ച് അദ്ദേഹം ആ നീല കളറും നോക്കി അങ്ങനെ സ്വയം മറന്നങ്ങനെ ആ ടെൻറ്റിലിങ്ങനെ നോക്കിയിരിക്കും, ടേക്കിൽ. ലേക്കിൻ രാമൻ കേവൽ ഭാവുക് പ്രകൃതി പ്രേമി ഹി നഹീ ഥേ, പക്ഷെ എന്താണ്? രാമൻ വെറും ഒരു പ്രകൃതി സ്നേഹി മാത്രമായിരുന്നില്ല,
अनेक अंदर उनके अंदर एक वैज्ञानिक की जिज्ञासा भी उतनी ही सशक्त थी. അദ്ദേഹത്തിൻ്റെ മനസ്സിൽ ഒരു വൈജ്ഞാനിക ഒരു സയൻറ്റിസ്റ്റിൻ്റെ ജിജ്ഞാസ എന്ന് പറഞ്ഞാൽ ക്യൂരിയോസിറ്റി, ഒരു ശാസ്ത്രജ്ഞനുണ്ടാകേണ്ടതായ ഒരു ക്യൂരിയോസിറ്റി സശക്തമായിട്ട് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ നിലനിന്നിരുന്നു. യഹി ജിജ്ഞാസ ഉൻസെ സവാൽ കർ ബൈഠി. ആ ക്യൂരിയോസിറ്റിയാണ് അദ്ദേഹത്തിനോട് ചോദിച്ചുകൊണ്ടേയിരുന്നു. സവാൽ കർ ബൈഠി. ആഖിർ സമുദ്ര കാ രംഗ് നീലാ ഹി ക്യോ ഹോത്താ ഹേ. എന്തുകൊണ്ടാണ് സമുദ്രത്തിൻ്റെ ഈ കളറ് നീല മാത്രമായിട്ടിരിക്കുന്നത്? കുച്ച് ഓർ ക്യോ നഹി. വേറെന്ത് കളറാണ് വരാത്തത്? അദ്ദേഹത്തിൻ്റെ മനസ്സിലിങ്ങനെ ഈ ചോദ്യം ഇങ്ങനെ ഉന്നയിച്ചു കൊണ്ടേയിരുന്നു. രാമൻ സവാൽ കാ ജവാബ് ഢൂണ്ഡനെ മേ ലഗ് ഗയേ. രാമൻ എന്ത് ചെയ്തു? ഈ ചോദ്യത്തിന് ഉത്തരം കണ്ടെത്താനായിട്ട് ശ്രമിച്ചു. ജവാബ് ഢൂണ്ഡത്തെ ഹി വേ വിശ്വവിഖ്യാത് ബൻ ഗയേ. ആ ഒരു ആൻസർ കണ്ടെത്താനുള്ള ശ്രമത്തിൻ്റെ ഇടയിലാണ് അദ്ദേഹം വിശ്വവിഖ്യാതനായി മാറിയത്. അതായത് അദ്ദേഹം അതിൻ്റെ പിന്നിൽ മറഞ്ഞിരിക്കുന്ന രഹസ്യം കണ്ടുപിടിക്കുകയും അതിലൂടെ അദ്ദേഹം ലോകപ്രശസ്തനായി തീരുകയും ചെയ്തു എന്നാണ് പറയുന്നത്. रामन का जन्म 7 नवंबर सन 1888 को तमिलनाडु के तिरुचिरापल्ली नगर में हुआ था. അദ്ദേഹത്തിൻ്റെ ജന്മം 1888 നവംബർ മാസത്തിൽ തമിഴ്നാട്ടിലുള്ള തിരുച്ചിറാപ്പള്ളി എന്ന നഗരത്തിലാണ് ജനിച്ചത് അദ്ദേഹം. ഇൻകെ പിതാ വിശാഖപട്ടണം മേ ഗണിത और ഭൗതികി കെ ശിക്ഷക് തേ. അദ്ദേഹത്തിൻ്റെ പിതാവ് വിശാഖപട്ടണത്തിൽ ഗണിതം എന്ന് പറഞ്ഞാൽ മാത്സ്, ഭൗതികി എന്ന് പറഞ്ഞാൽ എന്താണ് ഫിസിക്സ്, മാത്സിൻ്റെയും ഫിസിക്സിൻ്റെയും ശിക്ഷക് തേ അധ്യാപകനായിരുന്നു. പിതാ ഇനെ ബച്പൻ സെ ഗണിത और ഭൗതികി പഠാത്തേ തേ. കുട്ടിക്കാലം തൊട്ട് അച്ഛൻ എന്ത് ചെയ്തു? ഇദ്ദേഹത്തെ മാത്സും ഫിസിക്സും പഠിപ്പിച്ചിരുന്നു. इसमें कोई अतिशयोक्ति नहीं होगी कि जिन दो विषयों के ज्ञान ने उन्हें जगत प्रसिद्ध बनाया उनकी सशक्त नींव उनके पिता ने ही तैयार की थी. ഇതിൽ വലിയ അതിശയോക്തി അല്ലെങ്കിൽ വലിയ അതിശയപ്പെടാൻ അദ്ദേഹം ഇങ്ങനെ ഒരു വിശ്വവിഖ്യാതനായ സയൻറ്റിസ്റ്റായി മാറിയതിൽ വലിയ അതിശയോക്തിയൊന്നും വേണ്ട. അതിൻ്റെ ആ ഒരു സയൻറ്റിസ്റ്റ് ആകാനുള്ള അല്ലെങ്കിൽ ജിൻ ദോ വിഷയമൊക്കെ അദ്ദേഹം മാത്സിലും ഫിസിക്സിലും ഇദ്ദേഹവും വളരെയധികം പ്രസിദ്ധനായിരുന്നു. അപ്പോൾ അതിൽ ആ ഒരു അദ്ദേഹവും ഇങ്ങനെ പ്രസിദ്ധനാകാൻ കാരണം അതിൻ്റെ സശക്ത നീവ്, ശക്തമായ ഒരു അടിത്തറ ആരാണ് പാകിക്കൊടുത്തത്? അദ്ദേഹത്തിൻ്റെ പിതാവ് തന്നെയാണ്. അപ്പോൾ അതിൽ വലിയ അതിശയോക്തി ചെയ്യേണ്ട ആവശ്യമില്ലെന്നാണ് പറയുന്നത്. कॉलेज की पढ़ाई उन्होंने पहले ABN कॉलेज तिरुचिरापल्ली से और फिर പ്രസിഡൻസി കോളേജ് മദ്രാസ് കി. അദ്ദേഹത്തിൻ്റെ കോളേജ് വിദ്യാഭ്യാസമെല്ലാം ABN കോളേജിലും അതുപോലെ തന്നെ മദ്രാസ് പ്രസിഡൻസി കോളേജിലുമാണ് കഴിഞ്ഞത്. BA और MA दोनों ही परीक्षाओं में उन्होंने काफ़ी ऊंचे अंक हासिल किए. BA എടുക്കുകയും അതിനുശേഷം MA അതിൽ ആ പരീക്ഷകളിൽ ഒക്കെ അദ്ദേഹത്തിന് നല്ല മാർക്കോടുകൂടി പാസ്സാകാൻ കഴിഞ്ഞു. रामन का मस्तिष्क विज्ञान के रहस्यों को सुलझाने के लिए बचपन से ही बेचैन रहता था. അദ്ദേഹത്തിൻ്റെ മസ്തിഷ്കം എന്ന് പറഞ്ഞാൽ എന്താണ്? ബ്രെയിൻ. വിജ്ഞാൻ എന്ന് പറഞ്ഞാൽ ശാസ്ത്രം, സയൻസിൻ്റെ രഹസ്യങ്ങൾ സുൽച്ചാന എന്ന് പറഞ്ഞാൽ സോൾവ് ചെയ്യാനായിട്ട് ബച്പൻ സേ ഹി ബേച്ചേൻ रहता. കുട്ടിക്കാലം തൊട്ടേ അദ്ദേഹത്തിന് ബേച്ചൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അത് സോൾവ് ചെയ്യാനുള്ള ഒരു ആഗ്രഹം, ആ പരിശ്രമം അദ്ദേഹം കുട്ടിക്കാലത്തും തൊട്ടേ നടത്തിയിരുന്നു.
अपने कॉलेज के ज़माने से ही उन्होंने शोध कार्यों में दिलचस्पी लेना शुरू कर दिया था. ആ കോളേജിൽ പഠിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹം ശോധകാര്യം എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യാനായിട്ട് അദ്ദേഹത്തിന് എന്തുണ്ടായിരുന്നു, ഇൻട്രസ്റ്റ് ഉണ്ടായിരുന്നു. കോളേജ് കാലം തൊട്ടേ അദ്ദേഹത്തിന് റിസർച്ചിൽ താല്പര്യമുണ്ടായിരുന്നു. ഉനക്കാ പഹല ശോധപത്ര ഫിലോസഫിക്കൽ മാഗസിൻമേ പ്രകാശിത് ഹുവാദ. അദ്ദേഹത്തിൻ്റെ ഫസ്റ്റ് റിസർച്ച് റിലേറ്റഡ് പ്രൊജക്റ്റ് ഫിലോസഫിക്കൽ മാഗസിനിൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. കോളേജിൽ പഠിക്കുന്ന ആ കാലത്ത് തന്നെ फिलोसफिकल मैगजीन में प्रकाशित हुआ था. उनकी दिली इच्छा तो यही थी कि वे अपना सारा जीवन शोध कार्यों को ही समर्पित कर दे. ദിലി ഇച്ഛ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്തായിരുന്നു, അപ്പന സാര ജീവൻ, തൻ്റെ ജീവിതകാലം മുഴുവനും ശോധകാര്യവും കോഹി, അതായത് റിസർച്ചിന് വേണ്ടി സമർപ്പിക്കുക, അതായത് റിസർച്ച് കാര്യത്തിനായിട്ട് തൻ്റെ ജീവിതം തന്നെ അർപ്പിക്കുക എന്നാണ് പറയുന്നത്. मगर उन दिनों शोध कार्य को पूरा समय के करियर के रूप में अपनाने की कोई ഖാസ് വ്യവസ്ഥ നഹീതി. പക്ഷേ ഇവിടെ അദ്ദേഹം പറയുന്നത് ആ കാലഘട്ടത്തിൽ വളരെ അധികമൊന്നും സംവിധാനങ്ങളും ഒന്നും ഇല്ലാത്ത കാലഘട്ടമാണ് ഇപ്പോൾ നമ്മൾ പഠിക്കുന്ന കാലഘട്ടം. അപ്പോൾ ആ സമയത്ത് ഈ ഫുൾ ടൈം ഈ റിസർച്ച് കാര്യത്തിനായിട്ട് ജീവിതം മാറ്റിവെക്കാനൊന്നും പറ്റില്ല. അതിനുള്ള വ്യവസ്ഥ, അടിസ്ഥാന സൗകര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. പ്രതിഭാവൻ ഛാത്ര സർക്കാരി നൗകരിക്ക് ഓർ ആകർഷിത് ഹോത്തേതേ. പ്രതിഭാവൻ എന്ന് പറഞ്ഞാൽ ബ്രില്യൻ്റ് ആയിട്ടുള്ള കുട്ടികൾ, പ്രതിഭാശാലികളായ സ്റ്റുഡൻറ്റ് ഗവൺമെൻറ് ജോലിയിൽ വളരെയധികം ആകൃഷ്ടരായിരുന്നു. കാര്യം അന്നത്തെ കാലത്ത് ഗവൺമെൻറ് ജോലി കിട്ടുന്നതെന്ന് പറഞ്ഞാൽ വളരെ സംഭവമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ബ്രില്യൻ്റായ കുട്ടികൾ എന്ത് ചെയ്യും, പഠിച്ച ഉടനെ തന്നെ ഗവൺമെൻറ് ജോലിയിലേക്ക് കയറും. ഈ റിസർച്ച് കാര്യങ്ങളൊന്നും അവർക്ക് ശ്രദ്ധിക്കാൻ നേരമില്ല. रामन भी अपने समय के अन्य सुयोग्य छात्रों की भांति भारत सरकार के वित्त विभाग में ऑफिसर बन गए. അതുകൊണ്ട് തന്നെ രാമനും എന്ത് ചെയ്തു, രാമൻ ഒരു പ്രതിഭാശാലി സ്റ്റുഡൻ്റ് ആയിരുന്നല്ലോ, അദ്ദേഹവും ആ സമയത്തെ മറ്റുള്ള യോഗ്യരായ മറ്റുള്ള കുട്ടികളോട് പോലെ തന്നെ ഭാരത സർക്കാരിൻ്റെ വിത്ത വിഭാഗം എന്ന് പറഞ്ഞാൽ എന്താണ്, ഫിനാൻഷ്യൽ ഡിപ്പാർട്ട്മെൻറ്റ്, അവിടെ ഓഫീസറായിട്ട് ജോയിൻ ചെയ്തു. ഉൻകി തൈനാത്തി കൽക്കത്തമായി ഹുയി. തൈനാത്തി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ അപ്പോയിൻമെൻറ്റ് അദ്ദേഹത്തിന് കൽക്കട്ടയിൽ ആയിരുന്നു. कलकत्ता में सरकारी नौकरी के दौरान उन्होंने अपने स्वाभाविक रुझान को बनाए रखा. കൽക്കത്തയിൽ അദ്ദേഹം സർക്കാർ ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ സ്വാഭാവിക രുചാൻ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ സ്വാഭാവിക രുചാൻ എന്താണ്, റിസർച്ച് ചെയ്യുക. അദ്ദേഹത്തിൻ്റെ മനസ്സിലെ ആഗ്രഹം എന്താണ്, റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ് അദ്ദേഹത്തിൻ്റെ ഇൻട്രസ്റ്റ്. അപ്പോൾ ഗവൺമെൻറ് ജോലി ചെയ്യുന്നതിനോടൊപ്പം തന്നെ ഈ മനസ്സിൻ്റേതായ ആഗ്രഹവും അദ്ദേഹം കൊണ്ടു നടന്നു. അത് അദ്ദേഹം ഉപേക്ഷിച്ചില്ല ജോലിക്ക് കയറിയെങ്കിലും. ദഫ്തർ സെ ഫുർസത്ത് പാത്തേ ഹി വേ ലൗട്ടെ ഹുയെ ബഹുബാസാർ ആത്തെ. ഓഫീസിൽ, ദഫ്തർ എന്ന് പറഞ്ഞാൽ ഓഫീസിൽ നിന്ന് ഫുർസത്ത് എന്ന് പറഞ്ഞാൽ സമയം കിട്ടുമ്പോൾ തന്നെ അദ്ദേഹം എന്ത് ചെയ്യും, അവിടെ നിന്ന് ഓടി വരും. എവിടെ, ബഹുബാസാറാത്തെ, ആ ബഹുബാസാറിൽ മാർക്കറ്റിൽ വരും. അവിടെ എന്താ ഉള്ളത്, ജഹാം ഇന്ത്യൻ അസോസിയേഷൻ ഫോർ ദ കൾട്ടിവേഷൻ ഓഫ് സയൻസ് കി പ്രയോഗശാലാദി. അവിടെ എന്താ ഉള്ളത്, ഇന്ത്യൻ അസോസിയേഷൻ്റെ ഒരു കൾട്ടിവേഷൻ ഓഫ് സയൻസ് എൻ്റെ ഒരു പ്രയോഗശാല എന്ന് പറഞ്ഞാൽ ഒരു ലബോറട്ടറി ഉണ്ടായിരുന്നു. അപ്പനെ ആപ്പുമേ ഏക് അനൂട്ടി സംസ്ഥാതി, അതായത് നമ്മുടെ ആ ഭാരത സർക്കാരിൻ്റെ ഒരു വിലപ്പെട്ട ഒരു സ്ഥാപനമായിരുന്നു ആ കാലഘട്ടത്തിൽ അവിടെ ഉണ്ടായിരുന്ന ആ കൽക്കത്തയിലുള്ള ആ ഒരു ലബോറട്ടറി. അതായത് ഒരു യൂണിക്കായിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ. നേരത്തെ പറഞ്ഞു അങ്ങനെ വലിയ റിസർച്ച് ചെയ്യാനുള്ള വലിയ സംവിധാനങ്ങളൊന്നും ആ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ആ സമയത്താണ് കൽക്കത്തയിൽ ഇങ്ങനെ ഒരു
ഒരു ലബോറട്ടറി ഉള്ളത്. അത് വളരെയധികം പ്രസിദ്ധവുമായിരുന്നു. जिसे कलकत्ता की एक डॉक्टर महेंद्र लाल सरकार ने वर्षों की कठिन मेहनत और लगन के बाद खड़ा किया था. ഇതാരും ഉണ്ടാക്കിയത്? കൽക്കത്തയിലുള്ള ഡോക്ടർ മഹേന്ദ്രലാൽ സർക്കാരിനെ, മഹേന്ദ്രലാൽ സർക്കാരാണ് വർഷോങ്കി കഠിൻ മെഹനത്ത്, വർഷങ്ങളായിട്ടുള്ള കഠിനമായ മെഹനത്ത്, ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ടും, ലഗൻ എന്ന് പറഞ്ഞാൽ അത് ഉണ്ടാക്കാനുള്ള, അത് രൂപപ്പെടുത്തിയെടുക്കാനുള്ള ഒരു ആഗ്രഹം, അത് വർഷങ്ങളായിട്ടുള്ള കഠിന പ്രയത്നം കൊണ്ടാണ് അത് ഉണ്ടാക്കിയെടുത്തത്. ബാദ് ഗഡ കിയാത. ഈ സംസ്ഥാ കാ ഉദ്ദേശ് ദ ദേശ് മേ ഇതിൻ്റെ इस संस्था का उद्देश्य था देश में वैज्ञानिक चेतना का विकास करना. ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ, സംസ്ഥ എന്ന് പറഞ്ഞാൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ഇതിൻ്റെ ഉദ്ദേശം തന്നെ എന്തായിരുന്നു? ദേശത്തിൽ, നമ്മുടെ രാജ്യത്തിൽ വൈജ്ഞാനിക് ചേതനക്ക വികാസ് കർണ, അതായത് ശാസ്ത്രത്തിൻ്റേതായ ഒരു ബോധം, ശാസ്ത്രീയ ബോധം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളതായിരുന്നു ഈ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ ലക്ഷ്യം തന്നെ. अपने महान उद्देश्यों के बावजूद इस संस्था के पास साधनों का नितांत अभाव था. പക്ഷേ അപ്നെ മഹാൻ ഉദ്ദേശോക്ക് ബാവജൂദ്, ഈ ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കണം അല്ലെങ്കിൽ അതിൻ്റെ വികാസം കൊണ്ടുവരണമെന്ന് ആഗ്രഹിച്ചിരുന്നെങ്കിൽ പോലും ഈ ഇൻസ്റ്റിറ്റ്യൂഷനിൽ സംസ്ഥാക്കെ പാസ് സാധനമൊക്കെ നിതാന്ത് അഭാവത, അവിടെ വലിയ സാധനങ്ങൾ, റിസർച്ച് ചെയ്യാൻ, കുറച്ച് വർക്ക് ചെയ്യാനായിട്ട് സാധനങ്ങൾ വേണമല്ലോ. ഒരു ലബോറട്ടറിയിൽ എന്തൊക്കെയതായ ആവശ്യങ്ങളുണ്ട്, പക്ഷേ അതിൻ്റെയൊക്കെ വളരെയധികം കുറവുണ്ടായിരുന്നു. നിതാന്ത് അഭാവത എന്ന് പറഞ്ഞാൽ വളരെയധികം കുറവുണ്ടായിരുന്നു. രാമൻ ഇൻ संस्था की प्रयोगशाला में काम चलाऊ उपकरणों का ഇസ്തമാൽ करते हुए शोध कार्य करते. പക്ഷേ രാമൻ എന്നിരുന്നാൽ പോലും ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ, ലബോറട്ടറിയിൽ കാം ചലാവോ, അതായത് അവിടെ എന്താണോ ഉള്ളത് അത് വെച്ച് ചെയ്യാൻ പറ്റാവുന്ന കാര്യങ്ങൾ, ആ ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തിരുന്നു? ശോധകാര്യ കർത്തി, റിസർച്ച് ചെയ്തിരുന്നു. അത്യാവശ്യം സാധനങ്ങളേ ഉള്ളൂ, കാര്യമായിട്ട് അവിടെ വലിയ ഉപകരണങ്ങളും ഇല്ലെങ്കിൽ പോലും അവിടെ എന്താണോ ഉള്ളത് അത് വെച്ചിട്ട് അദ്ദേഹം അഡ്ജസ്റ്റ് ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ അദ്ദേഹം അവിടെ ഉപകരണങ്ങളില്ല എന്ന് പറഞ്ഞ് ആ റിസർച്ച് സ്റ്റോപ്പ് ചെയ്തില്ല. അത് വെച്ച് അവിടെ എന്താണോ ഉള്ളത് അത് വെച്ച് അദ്ദേഹം തന്നെ റിസർച്ച് കണ്ടിന്യൂ ചെയ്തിരുന്നു. അപ്പനെ ആപ്പുമേ ഏക് ആധുനിക് ഹഠയോഗ ഉദാഹരണം താ. ഹഠയോഗം എന്ന് പറഞ്ഞാൽ കഠിന പ്രയത്നം, അതായത് ആ ഒരു ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അദ്ദേഹം ശ്രമിച്ചിരുന്നു എന്നർത്ഥം. അതായത് നിരാശനായിട്ട് മടങ്ങിപ്പോയില്ല, ഒരു ദൃഢനിശ്ചയത്തോടു കൂടി അദ്ദേഹം ആ ലക്ഷ്യത്തിലേക്ക് എത്താനായിട്ട് അദ്ദേഹം കഠിന പ്രയത്നം ചെയ്തു. जिसमें एक साधक दफ्तर में कड़ी मेहनत के बाद बहुभाषार की इस मामूली सी प्रयोगशाला में पहुंचता और अपनी इच्छा शक्ति के जोर से भौतिक विज्ञान की समृद्ध बनाने का प्रयास करता. അതായത് അദ്ദേഹം एक साधक दफ्तर में, അതായത് ഒരു കഠിന പ്രയത്നം ചെയ്യുന്നതിനൊരു ഉദാഹരണമാണ് ഇവിടെ പറയുന്നത്. അദ്ദേഹം രാവിലെ തൊട്ട് വൈകുന്നേരം വരെ സർക്കാർ ഓഫീസിൽ ഹെവി വർക്ക് ചെയ്തതിന് ശേഷം വളരെ ഒരു സാധാരണമായ ഒരു ലാബിൽ വന്ന് തൻ്റെ റിസർച്ച്, മനസ്സിലുള്ള ആ ഇച്ഛാശക്തി, ഭയങ്കരമായ ഒരു ഇച്ഛാശക്തി അല്ലെങ്കിൽ ഭയങ്കരമായ റിസർച്ച് ചെയ്യണമെന്നുള്ള ആഗ്രഹം കൊണ്ട് രാവിലെ തൊട്ട് ഓഫീസിലെ ഹെവി വർക്കിന് ശേഷം അദ്ദേഹം ഈ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ വരികയും അതുപോലെ തന്നെ തൻ്റെ ആ മനസ്സിൻ്റെ ഇച്ഛാശക്തി കൊണ്ട് ഭൗതിക് വിജ്ഞാൻകോ, ഈ ഭൗതിക് എന്ന് പറഞ്ഞാൽ ഫിസിക്സിൻ്റെ ആ ശാസ്ത്രീയ ബോധം വളർത്തിയെടുക്കാനുള്ള പരിശ്രമം അദ്ദേഹം തുടർന്നുകൊണ്ടേയിരുന്നു. സമൃദ്ധ ബനാനക്ക പ്രയാസ് കർത്ത എന്ന് പറഞ്ഞാൽ അതിനെ ഡെവലപ്പ് ചെയ്യാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു കൊണ്ടേയിരുന്നു. उन्हीं दिनों वे വാദ്യ യന്ത്രോं की ओर आकृष्ट हुए. ആ സമയങ്ങളിലാണ് അല്ലെങ്കിൽ ആ ദിവസങ്ങളിലാണ് അദ്ദേഹം വാദ്യയന്ത്രങ്ങളിലേക്ക് ആകൃഷ്ടനായത്. വേ വാദ്യയന്ത്രോं की ध्वनियों के पीछे छिपे
വൈജ്ഞാനിക രഹസ്യവും കി പർദയും ഖോൽനെ കാ പ്രയാസ് കർ രഹേ थे. അദ്ദേഹം എന്താണ് വാദ്യയന്ത്രങ്ങളുടെ ധ്വനി എന്ന് പറഞ്ഞാൽ ഓരോരോ വാദ്യയന്ത്രങ്ങൾക്കും എന്താണ് ഓരോരോ സൗണ്ടുകളായിരിക്കും. അപ്പോൾ ആ ശബ്ദം ധ്വനി എന്ന് പറഞ്ഞാൽ വാദ്യയന്ത്രങ്ങളിൽ നിന്നും പുറപ്പെടുന്ന ആ ശബ്ദം, അതിൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ വൈജ്ഞാനിക് രഹസ്യം, ആ സയൻസിൻ്റെ ആ രഹസ്യം, സയൻറ്റിഫിക് ആയിട്ടുള്ള ആ രഹസ്യം കണ്ടുപിടിക്കാനായിട്ട്, പർദ്ദയെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഉള്ളിൽ മറഞ്ഞിരിക്കുന്ന ആ രഹസ്യം, ഗോൾനേക്ക പ്രയാസം എന്ന് പറഞ്ഞാൽ എന്താണ്, തുറക്കാനുള്ള പ്രയാസം, അതായത് അത് കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. ഇസ് ദൗരാൻ ഉനോനെ അനേക വാദ്യയന്ത്രവും കാ അധ്യയൻ കിയ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് വാദ്യയന്ത്രങ്ങൾ പഠിച്ചു. അധ്യയൻ കിയ എന്ന് പറഞ്ഞാൽ വാദ്യയന്ത്രങ്ങൾ ഉപയോഗിക്കാനായിട്ട് അദ്ദേഹം പഠിച്ചു. ജിന്മേ ദേശീയ और വിദേശി दोनों प्रकार के വാദ്യയന്ത്ര थे. അതിൽ ദേശത്തിൻ്റെയും അതുപോലെ തന്നെ വിദേശത്തിൻ്റേതുമായ വാദ്യയന്ത്രങ്ങൾ ഉൾപ്പെട്ടിട്ടുണ്ട്. वाद्ययंत्रों पर किए जा रहे शोध कार्यों के दौरान उनके अध्ययन के दायरे में जहाँ വയലിൻ, ചൗലെ യാ പിയാനോ ജൈസെ വിദേശീയ വാദ്യയന്ത്ര ആയേ. അപ്പോൾ അദ്ദേഹം ആ വാദ്യയന്ത്രങ്ങളുടെ ധ്വനിയിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം കണ്ടുപിടിക്കാനായിട്ട് റിസർച്ച് ചെയ്തു. ചെയ്യുന്നതിനോടൊപ്പം തന്നെ അദ്ദേഹം വയലിൻ, നമ്മുടെ രാജ്യത്തെ ഭാരതത്തിൻ്റേതായ വാദ്യയന്ത്രങ്ങളോടൊപ്പം തന്നെ വിദേശി വാദ്യയന്ത്രങ്ങളായ വയലിനും ചൗലെ യാ പിയാനോ ഇതെല്ലാത്തിൻ്റെയും രഹസ്യങ്ങളും കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. അതുപോലെ തന്നെ നമ്മുടെ ഭാരതത്തിൻ്റേതായ വീണ, താൻപുര അവർ മൃദംഗം പർബി ഉനോനെ കാം കിയ. രണ്ടും ദേശീയമായതും വിദേശീയമായതുമായ വാദ്യയന്ത്രങ്ങളുടെ ആ ധ്വനിയുടെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന ആ രഹസ്യം കണ്ടുപിടിക്കാൻ അദ്ദേഹം ശ്രമിച്ചു എന്നാണ് പറയുന്നത്. उन्होंने वैज्ञानिक सिद्धांतों के आधार पर पश्चिमी देशों की इस भ्रांति को तोड़ने की कोशिश की कि भारतीय वाद्य यंत्र विदेशी वाद्यों की तुलना में घटिया है. എന്താണ് അദ്ദേഹം അങ്ങനെ പറയാൻ കാരണം? അതായത് വിദേശീയർക്ക് ഒരു ഒരു വിചാരമുണ്ട്. ഈ വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർക്ക് ഒരു തെറ്റായ ധാരണ അവർ വെച്ചിരുന്നു. കാര്യം എന്താണ്? ഭാരതത്തിലെ വാദ്യയന്ത്രങ്ങൾ വിദേശീയ വാദ്യയന്ത്രങ്ങളെ അപേക്ഷിച്ച് നിലവാരം കുറഞ്ഞതാണ് എന്നൊരു തെറ്റായ ധാരണ ഈ വെസ്റ്റേൺ കൺട്രീസിലെ ആൾക്കാർ ഒരു തെറ്റായ ധാരണ വച്ച് പുലർത്തിയിരുന്നു. അപ്പോൾ അദ്ദേഹം അതിനെതിരെ, അത് തെറ്റാണ് എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹം റിസർച്ച് നടത്തി. അതായത് പാശ്ചാത്യ രാജ്യത്തെ വാദ്യയന്ത്രങ്ങളോടൊപ്പം തന്നെ കടപിടിക്കുന്നതാണ് നമ്മുടെ ഭാരതത്തിൻ്റെ വാദ്യയന്ത്രങ്ങളും എന്ന് അദ്ദേഹം സ്ഥാപിച്ചെടുത്തു. ഭാരതീയ വാദ്യയന്ത്ര വിദേശി വാദ്യയന്ത്രങ്ങൾക്ക് തുലനാമേ കടിയാഹ എന്ന് പറഞ്ഞാൽ കുറച്ച് നിലവാരം കുറഞ്ഞതാണ് എന്നാണ് പാശ്ചാത്യ രാജ്യങ്ങൾ പറഞ്ഞിരുന്നത്. वाद्ययंत्रों के कंपन के पीछे छिपे गणित पर उन्होंने अच्छा खासा काम किया और अनेक शोध पत्र भी प्रकाशित किए. വാദ്യയന്ത്രോं के कंपन, അതായത് വാദ്യയന്ത്രങ്ങളിൽ കമ്പൻ എന്ന് പറഞ്ഞാൽ വൈബ്രേഷൻ, ആ വൈബ്രേഷൻ്റെ പിന്നിൽ ഒളിച്ചിരിക്കുന്ന റീസൺ, അതിൽ അടങ്ങിയിരിക്കുന്ന രഹസ്യം കണ്ടുപിടിക്കാൻ അദ്ദേഹം വളരെയധികം പ്രയത്നിച്ചു. അതിനുവേണ്ടി അദ്ദേഹം എന്ത് ചെയ്തു, ഒരുപാട് റിസർച്ച് നടത്തുകയും അതിലൊരു റിപ്പോർട്ട് ഉണ്ടാക്കി അദ്ദേഹം പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. ശോധപത്രം എന്ന് പറഞ്ഞാൽ റിസർച്ച് പേപ്പർ, റിസർച്ച് ചെയ്ത് അദ്ദേഹം അത് പ്രകാശിക്കുകയെന്ന് പറഞ്ഞാൽ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. उस ज़माने के प्रसिद्ध शिक्षा शास्त्री सर आशुतोष मुखर्जी को इस प्रतिभावान युवक के बारे में जानकारी मिली. ആ കാലത്ത് വളരെയധികം പ്രസിദ്ധനായ ശിക്ഷാശാസ്ത്രി എന്ന് പറഞ്ഞാൽ എഡ്യൂക്കേഷനിസ്റ്റ്, ഒരു എഡ്യൂക്കേഷനിസ്റ്റായ അശുതോഷ് മുഖർജി, അദ്ദേഹത്തിന് ഈ പ്രതിഭാശാലിയായ യുവാവിനെക്കുറിച്ച് ഒരു അറിവ് കിട്ടി. അതായത് രാമനെക്കുറിച്ച് ഒരു സൂചന കിട്ടി. ഉനേ ദിനോं കൽക്കത്ത വിശ്വവിദ്യാലയ में प्रोफेसर का नया पद സൃജിത് ഹുവാദ. അതായത് ആ സമയങ്ങളിലാണ് കൽക്കത്ത വിശ്വവിദ്യാലയത്തിൽ ഒരു പ്രൊഫസറിൻ്റേതായ പുതിയൊരു ഒഴിവ് അവിടെ ഉണ്ടെന്ന്
വേക്കൻസി ഉണ്ടെന്ന് മനസ്സിലായത്. മുഖർജി മഹോദയനെ രാമൻ കെ സമക്ഷ प्रस्ताव रखा कि वे सरकारी नौकरी छोड़कर कलकत्ता विश्वविद्यालय में പ്രൊഫസർ കാ പദ സ്വീകാർ കർലെ. അപ്പോൾ മുഖർജി രാമൻ്റെ മുന്നിൽ ഒരു ഓഫർ കൊടുത്തു. സമക്ഷം എന്ന് പറഞ്ഞാൽ മുന്നിൽ, പ്രസ്താവ് രേഖ ഒരു ഓഫറായിട്ട് ഈ കാര്യം പറഞ്ഞു. എന്ത്? വേ സർക്കാരി നൗക്കരി ചോഡ്കർ, അദ്ദേഹം ഈ ഗവൺമെൻറ് ജോലി ഉപേക്ഷിച്ചുകൊണ്ട്, സർക്കാർ ജോലി ഉപേക്ഷിച്ചുകൊണ്ട് കൽക്കത്ത വിശ്വവിദ്യാലയത്തിൽ പ്രൊഫസർ കാ പദ സ്വീകാർ കർലെ, പ്രൊഫസറായിട്ട് ആ ജോലി സ്വീകരിക്കണം. രാമൻ കേലിയ ഏക്ക് കഠിൻ നിർണയത. അതായത് ആ കാലഘട്ടത്ത് ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് വളരെയധികം പ്രാധാന്യമുള്ളതായിരുന്നു, നല്ല സാലറി കിട്ടുന്ന ജോലിയായിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മനസ്സിൽ എന്താണ് കൂടുതലുള്ളത്? റിസർച്ച് കാര്യങ്ങളിലാണ് അദ്ദേഹം കൂടുതൽ കോൺസെൻട്രേഷൻ ചെയ്തിരുന്നത്. അപ്പോൾ ഈ വിശ്വവിദ്യാലയത്തിൽ വന്നാൽ അദ്ദേഹത്തിന് റിസർച്ചിൽ കൂടുതൽ ശ്രദ്ധിക്കാൻ പറ്റും. പക്ഷേ എന്താണ്, സർക്കാർ ജോലി എന്ന് പറഞ്ഞാൽ വളരെ പ്രാധാന്യമുള്ളതായിരുന്നു. അപ്പോൾ ഒരു ഡിസിഷൻ എടുക്കാൻ അദ്ദേഹത്തിന് വളരെയധികം കൺഫ്യൂഷൻ ഉണ്ടായി. ഉസ് ജമാനെ കെ ഹിസാബ് സേ വേ ഏക് അത്യന്ത പ്രതിഷ്ഠിത് സർക്കാരി പദ് പർ ദേ. ആ കണക്കിനനുസരിച്ച് അദ്ദേഹം എന്താണ്, ഒരു ഗവൺമെൻറ് പൊസിഷൻ, അതായത് നല്ലൊരു ഗവൺമെൻറ് ജോലി എന്ന് പറയുന്നത് ഒരു നല്ലൊരു പൊസിഷനിലായിരുന്നു അദ്ദേഹം, ഒരു ബഹുമാനം കിട്ടുന്ന ഒരു പൊസിഷനിലായിരുന്നു അദ്ദേഹം ആ സമയത്ത് ഗവൺമെൻറ് സർവീസിലിരുന്നത്. ജിസ്കെ സാത്ത് മോട്ടി തൻഖാവ് और അനേക സുവിധായും ജുഡി ഹുയി थी. അതുമാത്രമല്ല നന്നായിട്ട് തൻഖാവ് എന്ന് പറഞ്ഞാൽ നല്ല സാലറിയും കിട്ടുമായിരുന്നു, അതുപോലെ തന്നെ അനേക സുവിധായും. उस ज़माने के हिसाब से वे एक अत्यंत प्रतिष्ठित सरकारी पद पर थे. അതായത് ആ കാലഘട്ടത്തിൻ്റെ കണക്കനുസരിച്ച് അദ്ദേഹം എന്തായിരുന്നു, വളരെയധികം അത്യന്ത പ്രതിഷ്ഠിതം എന്ന് പറഞ്ഞാൽ വളരെയധികം റെസ്പെക്റ്റബിൾ ആയിട്ടുള്ള ഒരു സർക്കാരി പദപ്പർദേ, സർക്കാരി പൊസിഷനിലായിരുന്നു. ജിസ്കെ സാത്ത് മോട്ടി തൻഖാവ് और അനേക സുവിധായും ജുഡി ഹുയി थी. അതിൻ്റെ കൂടെ എന്താണ്, വളരെ വലിയ സാലറിയും അതുപോലെ തന്നെ അനേക സുവിധായും ജുഡി ഹുയി थी, ധാരാളം സുഖ സൗകര്യങ്ങളും ഉണ്ടായിരുന്നു. ഉന്നെ നൗക്കരി കർത്തേ ഹുയെ 10 വർഷ ബീത് ചുക്കേ थे. അദ്ദേഹം ജോലി ചെയ്യാൻ തുടങ്ങിയിട്ട് 10 വർഷം കഴിഞ്ഞിരുന്നു. ऐसी हालत में सरकारी नौकरी छोड़कर कम वेतन और कम सुविधाओं वाली विश्वविद्यालय की नौकरी में आने का फैसला करना हिम्मत का काम था. അപ്പോൾ അങ്ങനെയുള്ള നല്ല ഒരു ഹൈ പൊസിഷനിലും അതുപോലെ തന്നെ എല്ലാ സുഖ സൗകര്യങ്ങളിലും ഉള്ള ആ ഒരു ജോലി ഉപേക്ഷിച്ചിട്ട് കം വേതൻ, കുറഞ്ഞ ശമ്പളത്തിലും അതുപോലെ തന്നെ കം സുവിധാവും വാലി, അധികം സൗകര്യങ്ങളും ഒന്നും ഇല്ലാത്ത ആ വിശ്വവിദ്യാലയത്തിൽ ജോലി സ്വീകരിക്കുക എന്ന് പറയുന്നത് വളരെ റിസ്ക്കുള്ള, ധൈര്യത്തോടെ എടുക്കേണ്ട ഒരു തീരുമാനമായിരുന്നു. രാമൻ സർക്കാരി നൗക്കരിക്ക് സുവിധാവോं को छोड़ सन 1917 में കൽക്കത്ത വിശ്വവിദ്യാലയക്ക് നൗക്കരി में आ गया. പക്ഷെ എന്നിരുന്നാൽ പോലും രാമൻ എന്ത് ചെയ്തു, ആ സർക്കാരി ജോലി ഉപേക്ഷിച്ചുകൊണ്ട്, എല്ലാ സുഖ സൗകര്യങ്ങളും ഉപേക്ഷിച്ചുകൊണ്ട് 1917 കൽക്കത്ത വിശ്വവിദ്യാലയത്തിലെ ആ ജോലി സ്വീകരിച്ചു. ഉൻകെ ലിയെ സരസ്വതി കി സാധന സർക്കാരി സുഖ സുവിധാവോം സെ കഹി അധിക് മഹത്വപൂർണ്ണ തി. അതെന്തുകൊണ്ട് അദ്ദേഹം അങ്ങനെ സ്വീകരിക്കാൻ കാരണം, അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം എന്താണ്, റിസർച്ച് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ സരസ്വതിക്ക് സാധന എന്ന് പറഞ്ഞാൽ സരസ്വതിയെ പൂജിക്കുക എന്ന് പറയുന്നത് സർക്കാരിലുള്ള ആ സുഖ സൗകര്യങ്ങളെക്കാളും വളരെയധികം മഹത്വപൂർണ്ണമായ ഒന്നായിരുന്നു. അതായത് പഠിക്കുക എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം. അതാണ് സരസ്വതിക്ക് സാധന എന്ന് പറയുന്നത്. അതായത് വിശ്വവിദ്യാലയം എന്ന് പറയുമ്പോൾ എപ്പോഴും റിസർച്ച് ചെയ്യാനും പഠിക്കാനും പറ്റിയ സ്ഥലമാണ്. ഓഫീസിലായാലും അത് നടക്കില്ലല്ലോ. അപ്പോൾ അതാണ് അവിടെ ഉദ്ദേശിച്ചത്. കൽക്കത്ത വിശ്വവിദ്യാലയക്ക് ശൈക്ഷണിക് മാഹോൽ മേ വേ അപ്പന പൂരാ സമയ അധ്യാപൻ അവർ ശോധ മേ ബിതാനെ ലഗെ. അദ്ദേഹം കൽക്കത്ത വിശ്വവിദ്യാലയത്തിലെ ശൈക്ഷണിക് മാഹോൽ മേ, അതായത് ആ ഒരു ശൈക്ഷണിക് മാഹോൽ എന്ന് പറഞ്ഞാൽ അക്കാഡമിക് ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ, ആ അറ്റ്മോസ്ഫിയറിൽ അദ്ദേഹം തൻ്റെ മുഴുവൻ സമയവും പഠിക്കാനും പഠിപ്പിക്കാനും അവർ ശോധമേ ബിത്താനിലേക്ക് റിസർച്ച് ചെയ്യാനുമാണ് സമയം കണ്ടെത്തിയിരുന്നത്. 4 साल बाद यानी सन 1921 में समुद्र यात्रा के दौरान जब रामन के मस्तिष्क में समुद्र के नीले रंग की वजह का सवाल हिलोरन रहने लगा. അപ്പോൾ 1921
ഒരു സമുദ്രയാത്ര ചെയ്യുന്ന സമയത്ത് രാമൻ കെ മസ്തിഷ്കമേ, രാമൻ്റെ ബ്രെയിനിൽ സമുദ്ര കെ നീല രംഗ് കി വജഹ്, സമുദ്രത്തിൽ എന്തുകൊണ്ടാണ് ഈ നീല കളറ് എന്ന് എന്തുകൊണ്ടാണ് ആ നീല കളറ് എന്ന് കണ്ടുപിടിക്കാനുള്ള ആ ഒരു ചോദ്യം ഹിലോരെ ലേനയിലേക്ക എന്ന് പറഞ്ഞാൽ അലയടിക്കാൻ തുടങ്ങി. എന്തുകൊണ്ടാണ് കടലിന് നീല കളറ് കിട്ടുന്നത്, വേറെ ഏതെങ്കിലും കളറ് കിട്ടാത്തത് എന്തുകൊണ്ടാണ് എന്നുള്ള ചോദ്യം, അതിനൊരു ഉത്തരം കണ്ടുപിടിക്കാനായിട്ട് അദ്ദേഹം ശ്രമിച്ചു. തോ ഉനോനെ ആകെ ഈസ് ദിശാമേ പ്രയോഗിയെ, അതിനു വേണ്ടിയിട്ട് പിന്നീട് അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ മുഴുവനും ആ ഒരു റീസൺ കണ്ടുപിടിക്കാനുള്ളതായിരുന്നു. ജിസ്കെ പരിണിത് രാമൻ പ്രഭാവക്കി ഗോജിക്കെ രൂപമേ ഹുയി, അതിൻ്റെ പരിണിത ഫലമാണ് രാമൻ ഗോജ്, രാമൻ എഫക്റ്റ്, അല്ലെങ്കിൽ ഫിസിക്സിലൊരു ഫിലോമിനോ ഉണ്ട് രാമൻ എഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പം അതിൻ്റെ പരിണിത ഫലം എന്ന് പറഞ്ഞാൽ ആസ് എ റിസൾട്ട്. रामन ने अनेक ठोस रवों और तरल पदार्थों पर प्रकाश की किरण के प्रभाव का अध्ययन किया. രാമൻ എന്ത് ചെയ്തു, അനേകം ടോസ് എന്ന് പറഞ്ഞാൽ എന്താണ്, സോളിഡ്, രവ് എന്ന് പറഞ്ഞാൽ പാർട്ടിക്കിൾസ്, തരൽ എന്ന് പറഞ്ഞാൽ ലിക്വിഡ്, ദ്രാവക രൂപത്തിലുള്ളത്. അപ്പോൾ അദ്ദേഹം എന്ത് ചെയ്തു, രാമനെ അനേക ടോസ്, സോളിഡായതും അതുപോലെ തന്നെ ലിക്വിഡായതുമായുള്ള പദാർത്ഥങ്ങളിൽ പ്രകാശ് കി കിരൺ കെ പ്രഭാവ്, ഒരു പ്രകാശത്തിൻ്റെ കിരണങ്ങൾ എങ്ങനെയാണ് എഫക്റ്റ് ചെയ്യുക എന്നതിനെക്കുറിച്ച് പഠിക്കാൻ തുടങ്ങി. उन्होंने पाया कि जब एकवर्णीय प्रकाश की किरण किसी तरल या ठोस रवेदार पदार्थ से गुजरती है तो അദ്ദേഹം എന്താണ് കണ്ടുപിടിച്ചത്, ജബ് ഏകവർണീയ പ്രകാശ് കി കിരൺ, ഒരു വർണ്ണമുള്ള, അതായത് ഒരു കളറുള്ള, ഒരു നിറത്തിലുള്ള പ്രകാശത്തിൻ്റെ കിരണങ്ങൾ കിസി തരൽ യാ ടോസ് രവേദാർ പദാർത്ഥമേ, ഏതെങ്കിലും ഒരു ലിക്വിഡായതോ അല്ലെങ്കിൽ സോളിഡ് ആയതുമായ പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഗുജർനേക്കെ ബാദ്, അതുപോലെ തന്നെ കടന്നു പോയതിന് ശേഷവും ഉസ്കെ വർണ്ണമേ പരിവർത്തനാത്തായി, അതിൻ്റെ വർണ്ണങ്ങളിൽ ചേഞ്ചസ് വരുന്നതായിട്ട് അദ്ദേഹം കണ്ടു. വജ യ ഹോത്തി ഹേക്കി, അതിൻ്റെ കാരണം എന്താണ്, ഏകവർണീയ പ്രകാശ് കി കിരൺ കെ ഫോണ്ടൻ ജബ് തരളിയ ടോസ് രവേസെ ഗുസർത്തെ ഹുയെ ഇൻകെ അണുവോം സെ ടക്കരാത്തെ ഹെ, അതായത് സോളിഡായതും ലിക്വിഡായതുമായ ഈ പദാർത്ഥങ്ങളിലൂടെ ഈ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ ഫോണ്ടൻ തറയ ഗുസർത്തെ ഹുയെ കടന്നു പോയുമ്പോൾ എന്ത് സംഭവിക്കുന്നു, എനിക്ക് അണുവോമേ, അണു എന്ന് പറഞ്ഞാൽ അതിൻ്റെ റേസിൽ, അതിൻ്റെ കിരണങ്ങളിൽ ടക്കരാത്തേഹെ, അതായത് കൂട്ടിമുട്ടുന്നു, ഒരു ക്ലാഷ് ഉണ്ടാവുന്നു. അതിൻ്റെ ഫലമായി ഇസ് ടക്രാവ് കെ പരിണാമ സ്വരൂപ്, അതിൻ്റെ ഫലമായി വേ യാത്തോ ഊർജാക്ക കുച്ച് അംശ ഗോ ദേത്തേ, ആ ക്ലാഷിൻ്റെ ഫലമായിട്ട്, കൂട്ടിമുട്ടുന്നതിൻ്റെ ഫലമായിട്ട് ഇതിൻ്റെ ഊർജത്തിൽ ചിലപ്പോഴൊക്കെ കുറച്ച് അംശം ഈ ഊർജം നഷ്ടപ്പെടുകയും യാ പാജാത്തേ, അല്ലെങ്കിൽ കുറച്ചധികം കിട്ടുകയും ചെയ്യുന്നു. ദോനോ ഹി സ്ഥിതിയാം പ്രകാശ് കെ വർണ്ണ അല്ലെങ്കിൽ രംഗ് മേ ബദലാത്തി ഹെ, അതുകൊണ്ടാണ് ഈ രണ്ടവസ്ഥയിലും എന്ത് പറ്റുന്നു, പ്രകാശത്തിൻ്റെ കളറിൽ ചേഞ്ചസ് വരുന്നു. ഏകവർണീയ പ്രകാശ് കി കിരണോं में सबसे अधिक ऊर्जा बेचैनी രംഗ് കെ പ്രകാശ് മേ ഹോത്തി ഹെ, ഈ ഒരേ നിറത്തിലുള്ള പ്രകാശത്തിൻ്റെ കിരണങ്ങളിൽ ഏറ്റവും അധികം ഊർജം ലഭിക്കുന്നത് എന്തിനായിരിക്കും, എനർജി ലഭിക്കുന്നത് ബേച്ചൈനി രംഗ്, വയലറ്റ് കളറിനായിരിക്കും. ബേച്ചൈനി കെ ബാദ്, ഈ വയലറ്റ് കളറിന് ശേഷം ക്രമശഃ, അതായത് ഓർഡറായിട്ട് എങ്ങനെയാണ്, ആദ്യം വയലറ്റ്, പിന്നെ നീല എന്ന് പറഞ്ഞാൽ ഇൻഡിഗോ, പിന്നെ ആസ്മാനി ബ്ലൂ, ഹര എന്ന് പറഞ്ഞാൽ പച്ച, പീല എന്ന് പറഞ്ഞാൽ മഞ്ഞ, നാരങ്ങി എന്ന് പറഞ്ഞാൽ ഓറഞ്ച്, ഔർ ലാൽ വർണ്ണക്ക നമ്പർ ആത്താഹെ, ഓർഡറിലായിട്ട് ആദ്യം വയലറ്റ്, പിന്നെ നീല, പിന്നെ ആസ്മാനി, ഹരേ, പീലെ, നാരങ്ങി, ഔർ ലാൽ വർണ്ണ, ഏറ്റവും അവസാനം റെഡ് കളർ. इस प्रकार लाल वर्णीय प्रकाश की ऊर्जा सबसे कम होती है, ഇതനുസരിച്ചിട്ട് ഏറ്റവും
കുറഞ്ഞ ഊർജം എന്തിലായിരിക്കും? रेडिनाയിരിക്കും. एकवर्णीय प्रकाश तरल या ठोस रेवों से गुजरते हुए जिस परिणाम में ऊर्जा गोता या पाता है उसी हिसाब से उसका वर्ण परिवर्तन हो जाता है. ഒരു ഏകവർണ്ണീയ പ്രകാശ തരളിയ ഒരു നിറത്തിലുള്ള പ്രകാശം സോളിഡ് ആയതും അല്ലെങ്കിൽ ലിക്വിഡ് ആയതുമായ പദാർത്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ അതിൻ്റെ ഫലമായിട്ടുണ്ടാവുന്ന അതിൻ്റെ ഫലമായിട്ടാണ് എന്ത് ഊർജ നഷ്ടപ്പെടുന്നത്. ഊർജ ഗോത്താഹ യാ പാത്താഹ, ഊർജം നഷ്ടപ്പെടുകയോ അല്ലെങ്കിൽ ലഭിക്കുകയോ ചെയ്യുന്നു. അത് എത്രത്തോളം ഉസി ഹിസാബ്സെ, അത് എത്രത്തോളം ആയിരിക്കും ആ ഊർജം നഷ്ടപ്പെടുന്നത് അല്ലെങ്കിൽ കിട്ടുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഉസ്കാ വർണ്ണമേ പരിവർത്തനം ഹോ ജാത്താഹ, അതിൻ്റെ വർണ്ണത്തിൽ പരിവർത്തനം ഉണ്ടാകുന്നതാണെന്ന് അദ്ദേഹം കണ്ടുപിടിച്ചു. രാമൻ की खोज ഭൗതികി के क्षेत्र में एक क्रांति के समान थी. രാമൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം ഭൗതികി ക്ഷേത്രമേ, അതായത് സയൻസിൻ്റെ ആ മണ്ഡലങ്ങളിൽ ഒരു വിപ്ലവം തന്നെ സൃഷ്ടിച്ചു. इसका पहला परिणाम तो यह हुआ कि प्रकाश की प्रकृति के बारे में आइंस्टीन के विचारों का प्रायोगिक प्रमाण मिल गया. അതിൻ്റെ പരിണത ഫലമായിട്ട് പ്രകാശ് കി പ്രകൃതി കെ ബാരേമേ, അതായത് പ്രകാശത്തിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഐൻസ്റ്റീൻ കെ വിചാരം, ഐൻസ്റ്റീൻ എന്താണ് വിചാരിച്ചിരുന്നത് അല്ലെങ്കിൽ ഐൻസ്റ്റീൻ എന്താണ് കണ്ടുപിടിച്ചത്, അതിൻ്റെ പ്രായോഗിക് പ്രമാൺ മിൽഗയ എന്ന് പറഞ്ഞൊരു സയൻറ്റിഫിക് ആയിട്ടൊരു ക്ലാരിറ്റി കൊണ്ടുവന്നു. ആര്? നമ്മുടെ രാമൻ. एंस्टीन के पूर्ववर्ती वैज्ञानिक प्रकाश के तरंग के रूप में मानते थे. അപ്പോൾ എയിൻസ്റ്റീന് മുമ്പുള്ള ശാസ്ത്രജ്ഞന്മാരൊക്കെ പ്രകാശത്തിനെ എന്താണ് ഒരു തരംഗം, ഒരു അണുവായിട്ട് ആണ് കണ്ടിരുന്നത്, ഒരു റൈസ് ആയിട്ടാണ് കണ്ടിരുന്നത് പ്രകാശത്തിനെ. मगर ഐൻസ്റ്റീൻ ने बताया कि प्रकाश അതിസൂക്ഷ്മ കണോं की തീവ്രധാര के समान है. പക്ഷേ ഐൻസ്റ്റീൻ എന്താണ് പറഞ്ഞത്? പ്രകാശം എന്നുള്ളത് അതിസൂക്ഷ്മ കണങ്ങളുടെ തീവ്രധാര, വളരെ സ്പീഡിൽ പോകുന്ന ഒരു കണങ്ങളായിട്ടാണ് ഐൻസ്റ്റീൻ പറഞ്ഞത്. इन अधिसूक्ष्म कणों की तुलना ഐൻസ്റ്റീൻ ने बुलेट से की और इन्हें ഫോണ്ടൈൻ നാം दिया. ഈ അതിസൂക്ഷ്മ കണങ്ങൾ, ഇത്ര തീവ്ര വേഗത്തിൽ പോകുന്ന ഈ അതിസൂക്ഷ്മ കണങ്ങളെ അദ്ദേഹം കമ്പാരിസൺ ചെയ്തത് ഒരു ബുള്ളറ്റിനോടാണ്. അതുപോലെ അതിന് അദ്ദേഹം എന്ത് പേര് കൊടുത്തു? ഫോണ്ടൻ എന്ന പേരും കൊടുത്തു. രാമൻ കെ പ്രയോഗോംനെ ഐൻസ്റ്റീൻ കി ധാരണ കാ പ്രത്യക്ഷ പ്രമാൺ ദേ ദിയ. അപ്പോൾ രാമൻ്റെ ഈ എക്സ്പെരിമെൻ്റ് ഐൻസ്റ്റീൻ്റെ ഈ ധാരണകൾക്കൊക്കെ ഒരു ഡയറക്റ്റ് പ്രൂഫ് ഉണ്ടാക്കി കൊടുത്തു. ക്യോंकि एकवर्णीय प्रकाश के वर्ण में परिवर्तन यह साफ तौर पर प्रमाणित करता है कि प्रकाश की किरण तीव्रगामी सूक्ष्म कणों के प्रवाह के रूप में व्यवहार करती है. क्योंकि എന്തുകൊണ്ടെന്നാൽ ഒരേ കളറുള്ള പ്രകാശത്തിൻ്റെ വർണ്ണത്തിൽ പരിവർത്തനം, അതായത് ചേഞ്ചസ് ഉണ്ടാകുന്നത്. സാഫ്റ്റ് എന്ന് പറഞ്ഞാൽ ക്ലിയർ ആക്കുക, ക്ലാരിറ്റി കൊടുക്കുക. എന്ത് ക്ലാരിറ്റിയാണ്? പ്രകാശ് കി കിരൺ, ഈ പ്രകാശത്തിൻ്റെ കിരണങ്ങൾ തീവ്രഗാമി സൂക്ഷ്മ കണോക്കെ, ഈ തീവ്രഗാമി വളരെ സ്പീഡിൽ പോകുന്ന തേസീസ്, തീവ്രഗാമി എന്ന് പറഞ്ഞാൽ ബൗത്ത് തേസീസ്, വളരെ സ്പീഡിൽ പോകുന്ന സൂക്ഷ്മ കണങ്ങളുടെ പ്രവാഹത്തിൻ്റെ ആ ബിഹേവിയർ, വ്യവഹാരം എന്ന് പറഞ്ഞാൽ ആ പ്രവാഹത്തിൻ്റെ बिहेवियर ഉണ്ടാവുന്നതാണെന്ന് അദ്ദേഹം പ്രൂഫാക്കി കൊടുത്തു. रामन की खोज की वजह से पदार्थ के अणुओं और परमाणुओं की आंतरिक संरचना का अध्ययन सहज हो गया. രാമൻ്റെ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് പദാർത്ഥോക്കെ അണുവും और परमाणुओं की, അതായത് പദാർത്ഥങ്ങളുടെ അല്ലെങ്കിൽ വസ്തുക്കളുടെ, അണു എന്ന് പറഞ്ഞാൽ മോളിക്യൂൾസ്, പരമാണു എന്ന് പറഞ്ഞാൽ ആറ്റംസ്, ഇതിൻ്റെയൊക്കെ ആന്തരിക് സംരചന എന്ന് പറഞ്ഞാൽ സ്ട്രക്ചർ, ആ സ്ട്രക്ചർ എങ്ങനെയാണെന്ന് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ അതിനെക്കുറിച്ചൊക്കെ പഠിക്കാനായിട്ട്
സഹജ ഹോ ഗയ എന്ന് പറഞ്ഞാൽ എളുപ്പമാക്കി തീർത്തു. പഹലെ ഇസ് കാം കെ ലിയെ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി കാ സഹാര ലിയാ ജാതാ താ. യ മുഷ്കിൽ തക്നീക്ക്. അപ്പോൾ ആദ്യമൊക്കെ ഇതിന് ഉപയോഗിച്ചിരുന്ന ടെക്നിക്ക് എന്തായിരുന്നു? ഈ ഇൻഫ്രാറെഡ് സ്പെക്ട്രോസ്കോപ്പി. പക്ഷെ അത് വളരെയധികം ബുദ്ധിമുട്ടുള്ളൊരു ടെക്നിക്കായിരുന്നു. അവർ ഗലത്തിയോ കാ സംഭാവന ബഹുത് അധിക് രഹത്തി ഹെ. തെറ്റുപറ്റാനുള്ള സാധ്യത വളരെയധികം കൂടുതലായിരുന്നു. रामन की खोज के बाद पदार्थों की आणविक और परमाणिक संरचना के अध्ययन के लिए രാമൻ സ്പെക്ട്രോസ്കോപ്പി കാ സഹാര ലിയ ജാനെ ലഗ. അപ്പോൾ രാമൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളുടെ ഫലമായിട്ട് മോളിക്യൂൾസിൻ്റെയും ആറ്റത്തിൻ്റെയും സ്ട്രക്ചറിനെ കുറിച്ച് പഠിക്കാനായിട്ട് രാമൻ സ്പെക്ട്രോസ്കോപ്പിയുടെ സഹായം ഉപയോഗിച്ച് തുടങ്ങി. യह तकनीक एकवर्णीय प्रकाश के वर्ण में परिवर्तन के आधार पर पदार्थों के अणुओं और परमाणुओं की संरचना की सटीक जानकारी देती है. അപ്പോൾ ഇത് ഈ സ്പെക്ട്രോസ്കോപ്പിയിലൂടെ ഏകവർണീയ പ്രകാശ് വർണ്ണമേ ഒരു കളറുള്ള പ്രകാശത്തിൻ്റെ വർണ്ണങ്ങളിൽ പരിവർത്തനയ്ക്ക് ആധാർ പരിവർത്തനമുണ്ടായതിനു ശേഷം പദാർത്ഥോങ്കി അണുവും ഓർ പരമാണുവോങ്കി പദാർത്ഥങ്ങളുടെ മോളിക്യൂൾസിൻ്റെയും ആറ്റംസിൻ്റെയും സ്ട്രക്ചറിൽ സട്ടീക്ക് ജാൻകാരി ദേത്തെ. ആ സ്ട്രക്ചറിനെ കുറിച്ച് സട്ടീക്ക് എന്ന് പറഞ്ഞാൽ കറക്റ്റായിട്ടുള്ളൊരു ഇൻഫോർമേഷൻ കൊടുക്കുന്നു. ഇസ് ജാൻകാരി കി വജ से पदार्थों का संश्लेषण प्रयोगशाला में करना तथा अनेक उपयोगी पदार्थों का कृत्रिम रूप से निर्माण संभव हो गया है. അപ്പോൾ ഇതിൻ്റെ ഫലമായിട്ട് പദാർത്ഥോങ്കി സംശ്ലേഷൻ എന്ന് പറഞ്ഞാൽ മിക്സിങ്, പ്രയോഗശാല എന്ന് പറഞ്ഞാൽ എന്താ, ലബോറട്ടറിയിൽ ഈ പദാർത്ഥങ്ങളുടെ മിക്സിങ് ചെയ്യുന്നതും അതുപോലെ തന്നെ മറ്റ് അനേക ഉപയോഗി പദാർത്ഥോങ്ക മറ്റു ഉപയോഗപ്രദമായ പദാർത്ഥങ്ങളുടെ കൃത്രിമമായി ഉണ്ടാക്കിയെടുക്കുന്നതും സംഭവമായി തീർന്നു. രാമൻ പ്രഭാവ് കി ഖോജിനെ രാമൻ കി വിശ്വ കെ ചോട്ടി കെ വൈജ്ഞാനികോ കി പങ്ക്തി മേ ലാഗഡാക്കിയ. അപ്പോൾ രാമൻ്റെ ഈ കണ്ടുപിടുത്തങ്ങളെല്ലാം വിശ്വത്തിൽ, അതായത് ലോകത്തിലെ വേൾഡിലെ തന്നെ ചോട്ടി എന്ന് പറഞ്ഞാൽ പീക്കിൽ ഏറ്റവും ലോകത്തിലെ ശാസ്ത്രജ്ഞന്മാരുടെ ആ പങ്ക്തി എന്ന് പറഞ്ഞാൽ നിരയിൽ ഏറ്റവും ഉയരത്തിൽ കൊണ്ടെത്തിച്ചു, പീക്കിൽ കൊണ്ടെത്തിച്ചു. പുരസ്കാരവും അവർ സമ്മാനോങ്കി തോ ജൈസെ ജഡി സി ലഗി രഹി. ജഡി എന്ന് പറഞ്ഞാൽ ഷവർന്നാണ്, അതായത് കണ്ടിന്യൂസ്ലി പുരസ്കാരങ്ങൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടേയിരുന്നു. ഉനെ സൺ 1924 में रॉयल सोसाइटी की സദസ്യതാ സെ സമ്മാനിത് കിയാ ഗയ. അദ്ദേഹത്തിന് 1924 റോയൽ സൊസൈറ്റിയിലെ ഒരു മെമ്പറാക്കി സമ്മാനിത്തെന്ന് പറഞ്ഞാൽ ആദരിച്ചു. सन 1920 में उन्हें सर की उपाधि प्रदान की गई. സർ എന്നുള്ളൊരു ബഹുമതിയും ടൈറ്റിലും അദ്ദേഹത്തിന് 1929 കിട്ടി. ടീക് അഗലെ ഹി സാൽ, തൊട്ടടുത്ത വർഷം തന്നെ ഉന്നെ വിശ്വക്കെ സർവോच्च പുരസ്കാർ, വിശ്വത്തിലെ ലോകത്തിലെ ഏറ്റവും ഉത്തമമായ പുരസ്കാരമായ ഭൗതികീമേ അതായത് സയൻസിലെ നോബൽ പുരസ്കാർ സെ സമ്മാനിത് കിയാ ഗയ. നോബൽ പുരസ്കാരം കിട്ടി. ഉന്നെ ഓർ ബി കൈ പുരസ്കാർ മിലെ. പിന്നീട് അദ്ദേഹത്തിന് കിട്ടിയ പുരസ്കാരങ്ങൾ പല രാജ്യത്ത് പലതരത്തിലുള്ള പുരസ്കാരങ്ങൾ, അതൊക്കെയാണ് ഇവിടെ പറയുന്നത്. ജയ്സെ റോംക മേയുസി പതക്, റോയൽ സൊസൈറ്റി കാ ഹ്യൂജ് പതക്, ഫിലോഡെൽഫിയ का इंस्टीट्यूट का फ्रैंकलिन पदक, सोवियत रूस का अंतर्राष्ट्रीय लेनिन पुरस्कार आदि. सन 1954 में रामन को देश की सर्वोच्च सम्मान भारत रत्न से सम्मानित किया गया. അപ്പോൾ 1954 അദ്ദേഹത്തിന് ഏറ്റവും വലിയ ബഹുമതിയായ ഭാരതത്തിൻ്റെ എന്ത് കിട്ടി? ഭാരത രത്ന പുരസ്കാരവും കിട്ടി. വേ നോബൽ പുരസ്കാർ പാനെ വാലെ പഹലെ ഭാരതീയ വൈജ്ഞാനിക്. നോബൽ പുരസ്കാരം കിട്ടുന്ന ആദ്യത്തെ ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു അദ്ദേഹം. ഉൻകെ ബാഹ്യ പുരസ്കാർ ഭാരതീയ नागरिकता वाले किसी अन्य वैज्ञानिक को अभी तक नहीं मिल पाया है. അപ്പോൾ പിന്നീട് ഒരു ഭാരതീയനും ഈ വൈജ്ഞാനിക് പുരസ്കാരം കിട്ടിയിട്ടില്ല, നോബൽ പുരസ്കാരം. ഉന്നെ അധികാംശ സമ്മാൻ ഉസ് ദൗർ മേ മിലെ ജബ് ഭാരത് അംഗ്രേസോ കാ ഗുലാം താ. അദ്ദേഹത്തിന് ഏറ്റവും കൂടുതൽ പുരസ്കാരങ്ങൾ കിട്ടിയിരുന്ന കാലഘട്ടം നമ്മുടെ ഭാരതം ബ്രിട്ടീഷുകാരുടെ അടിമത്തത്തിൽ
കഴിഞ്ഞിരുന്ന കാലഘട്ടത്തിലാണ്. ഉന്നെ മിൽനെ വാലെ സമ്മാനോംനെ ഭാരത് ഏക് നയ ആത്മസമ്മാൻ ഔർ ആത്മവിശ്വാസ് ദിയ. അപ്പോൾ അദ്ദേഹത്തിന് കിട്ടിയ ഈ സമ്മാനങ്ങളെല്ലാം ഭാരതത്തിന് ഒരു പുതിയ ഉണർവ്, ആത്മസമ്മാനം, സെൽഫ് കോൺഫിഡൻസും ഒക്കെ ഉണ്ടാക്കിക്കൊടുത്തു. അതായത് ഒരു ഭാരതീയനും ഇതെല്ലാം സാധിക്കുമെന്നൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിക്കൊടുത്തു. വിജ്ഞാൻ കെ ക്ഷേത്രമേ ഉനേക്ക് നയി ഭാരതീയ ചേതനാക്കോ ജാഗ്രത് ക്രിയ. അപ്പോൾ ഈ സയൻസിൻ്റെ അല്ലെങ്കിൽ കണ്ടുപിടുത്തങ്ങളുടെ ആ ലോകത്ത് ഭാരതത്തിൽ ഒരു പുതിയ ചേതന, അതായത് ശാസ്ത്രീയ ബോധം ഉണ്ടാക്കി കൊടുത്തു. ഭാരതീയ സംസ്കൃതി സെ രാമൻ കോ ഹമേശാ ഹി ഗഹര ലഗാവ് താ. അപ്പോൾ ഭാരതീയ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ കൾച്ചറിൽ അദ്ദേഹത്തിന് വളരെയധികം ലഗാവ് എന്ന് പറഞ്ഞാൽ അറ്റാച്ച്മെൻ്റ് ഉണ്ടായിരുന്നു. ഉന്നോനെ അപ്പനി ഭാരതീയ പഹചാൻ കോ ഹമേശ അക്ഷുൺ രക്ക. അദ്ദേഹം തൻ്റെ ആ ഭാരതീയ പഹചാൻ എന്ന് പറഞ്ഞാൽ ആ ഡ്രസ്സ് അദ്ദേഹം കൂടെ ഒരിക്കലും അത് മറന്നില്ല, അത് കൂടെ കൂട്ടിന്ന്. അന്താരാഷ്ട്രീയ പ്രസിദ്ധി കെ ബാദ് ബി ഉन्होंने अपने ദക്ഷിൺ ഭാരതീയ പഹനാവെ കോ നഹി ചോട. അദ്ദേഹം ആ സൗത്ത് ഇന്ത്യൻ ഡ്രസ്സ് അദ്ദേഹം ഉപേക്ഷിക്കാൻ തയ്യാറായില്ല. വലിയ വേൾഡ് ഫേമസ് ആയെങ്കിലും കട്ടർ ശാക്കാഹാരിതെ, അദ്ദേഹം തികച്ചും ഒരു വെജിറ്റേറിയൻ ആയിരുന്നു. അവർ മദിരാസെ സക്ത് പർഹേജ് രഹത്തേത്. ആ മദ്യത്തോട് അദ്ദേഹം വളരെയധികം വെറുത്തിരുന്നു എന്ന്. जब वे नोबल पुरस्कार प्राप्त करने स्टॉकहोम गए तो वहाँ उन्होंने ആൽക്കഹോൾ पर രാമൻ പ്രഭാവ का प्रदर्शन किया. അദ്ദേഹം നോബൽ പുരസ്കാരം മേടിക്കാൻ വേണ്ടി സ്കോട്ട്ഹോമിലേക്ക് പോയപ്പോൾ അവിടെ വെച്ചിട്ട് അദ്ദേഹം എന്ത് ചെയ്തു, ആൽക്കഹോളിൽ രാമൻ എഫക്റ്റ് പ്രദർശിപ്പിച്ചു. ബാദമേ ആയോജിത് പാർട്ടിമേ, പിന്നീടുണ്ടായ പാർട്ടിയിൽ, അവിടെ സംഘടിപ്പിച്ച പാർട്ടിയിൽ ജബ് ഉन्होंने ശരാബ് പീനെ സെ ഇൻകാർ കിയ. അപ്പോൾ മദ്യം കഴിക്കാൻ നിരസിച്ചപ്പോൾ ഏക ആയോജകനെ, ഒരു വ്യക്തി, അത് സംഘടിപ്പിച്ച പാർട്ടി സംഘടിപ്പിച്ചതിൽ ആ വ്യക്തി പരിഹാസ്മേ ഉൻസെ കഹ, കളിയാക്കിക്കൊണ്ട് പറഞ്ഞു, രാമനെ ജബ് ആൽക്കഹോൾ പർ രാമൻ പ്രഭാവ് കാ പ്രദർശൻ കർ. അതായത് ആൽക്കഹോളിൽ രാമൻ്റെ പ്രദർശനം, രാമൻ എഫക്റ്റ് കാണിച്ചിട്ട് ഹമേ ആഹ്ലാദിക് കർണമേ കോയി കസർ നഹി ചോടി, ഞങ്ങളെ ആഹ്ലാദിപ്പിക്കാൻ അല്ലെങ്കിൽ ഞങ്ങളെ സന്തോഷിപ്പിക്കുന്നതിൽ യാതൊരു കുറവും കാണിച്ചില്ല. തോ രാമൻ പർ, അപ്പോൾ അതുകൊണ്ട് രാമനിൽ എന്തുകൊണ്ട് ആൽക്കഹോളിൻ്റെ ആ എഫക്റ്റ് കാണിച്ചുകൂടാ എന്ന് ചോദിച്ച് കളിയാക്കിയെന്ന്. രാമൻ കാ വൈജ്ഞാനിക വ്യക്തിത്വ പ്രയോഗം ഓർ ശോധപത്ര ലേഖൻ തക് ഹി സിമട്ടാ ഹുവാ നഹീദ. അദ്ദേഹത്തിൻ്റെ ഈ വൈജ്ഞാനിക സയൻസിൻ്റേതായ വ്യക്തിത്വം അല്ലെങ്കിൽ ശാസ്ത്രബോധം, പ്രയോഗങ്ങൾ, അതായത് കണ്ടുപിടുത്തങ്ങളിലും അതുപോലെ തന്നെ ശോധപത്രം എന്ന് പറഞ്ഞാൽ റിസർച്ച് ചെയ്യുന്നതിലും അല്ലെങ്കിൽ ലേഖനങ്ങൾ എഴുതുന്നതിലും മാത്രമായിട്ട് ഒതുങ്ങി നിന്നില്ല. ഉനക്ക് അന്തരേക്ക് രാഷ്ട്രീയ ചേതനാദി, അദ്ദേഹത്തിൻ്റെ ഉള്ളിലൊരു രാഷ്ട്രീയ ബോധവും ഉണ്ടായിരുന്നു. അവർ ദേശമേ വൈജ്ഞാനിക ദൃഷ്ടി, അദ്ദേഹം ദേശത്തിൽ വൈജ്ഞാനിക ദൃഷ്ടി എന്ന് പറഞ്ഞാൽ സയൻറ്റിസ്റ്റിൻ്റെ ആ ഒരു ദൃഷ്ടികോൺ, ഒരു വ്യൂ പോയിൻ്റ്, ചിന്തൻ കെ വികാസ്, അതുപോലെ തന്നെ ശാസ്ത്രപരമായ ചിന്തകളെ വികസിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടും അദ്ദേഹം ശ്രമിച്ചു. ഉന്നെ അപ്പനെ ശുരുവാത്തി ദിൻ ഹമേശാ ഹി യാദ് രഹെ, അദ്ദേഹത്തിന് എപ്പോഴും തൻ്റെ ആ പഴയകാല ഓർമ്മകൾ എന്നും ഉണ്ടായിരുന്നു. जब उन्हें टंग की प्रयोगशाला और उपकरणों के अभाव में काफ़ी സംഘർഷ് करना पड़ा था. അപ്പോൾ പഴയകാലത്ത് അദ്ദേഹത്തിന് തൻ്റെ ഈ കണ്ടുപിടുത്തങ്ങൾക്ക് വേണ്ട വിധത്തിലുള്ള ഉപകരണങ്ങളൊന്നും ഇല്ലാതെ ഒരുപാട് കഷ്ടപ്പെടേണ്ടി വന്നിട്ടുണ്ട്. इसलिए उन्होंने एक अत्यंत ഉന്നത പ്രയോഗശാല और ശോധ സംസ്ഥാൻ की സ്ഥാപന की. അദ്ദേഹം അതുകൊണ്ട് വളരെ ഹൈ ലെവലിലുള്ള ഒരു ലബോറട്ടറി ശോധ സംസ്ഥാൻ അതായത് റിസർച്ച് സെൻറ്റർ ഉണ്ടാക്കി, ഒരു ലബോറട്ടറി. അത് ബാംഗ്ലൂർ में स्थित है और उन्हीं के नाम पर രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് നാം സെ ജാനി ജാത്തി ഹെ. അതിപ്പോഴും രാമൻ റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എന്ന പേരിൽ അറിയപ്പെടുന്നു. ഭൗതികി ശാസ്ത്രമേ അനുസന്ധാൻ കോ ബഡാവാ ദേനെ കെ ലിയെ ഉन्होंने ഇന്ത്യൻ ജനറൽ ഓഫ് ഫിസിക്സ് നാമക് ശോധ പത്രിക പ്രാരംഭിക്കി. ഈ ഫിസിക്സിൻ്റെ
ശാസ്ത്രസെ അനുസന്ധാൻ ഇതിൻ്റെ ഫിസിക്സിൻ്റെ എന്താ പറയുക ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ഫിസിക്സിൽ സംബന്ധിച്ചിട്ടുള്ള ആ ഡെവലപ്മെൻറ്റ്സിന് വേണ്ടിയിട്ട് ബഡാവ ദേനെ കെ ലിയെ ഉन्होंने ഇന്ത്യൻ ജനറൽ ഓഫ് ഫിസിക്സ് നാമക് ശോധപത്രിക ഒരു मैगजीन ഇറക്കി. अपने जीवन काल में उन्होंने सैकड़ों शोध छात्रों का മാർഗദർശൻ കിയ. അദ്ദേഹത്തിൻ്റെ ആ ജീവിതകാലത്തിൽ അദ്ദേഹം ലക്ഷക്കണക്കിന് ശോധഛാത്രോക്കോ സയൻറ്റിസ്റ്റ് സ്റ്റുഡൻസിന് മാർഗനിർദ്ദേശങ്ങൾ കൊടുത്തു. ജിസ് പ്രകാർ ഏക്ക് ദീപക് സെ അന്യ കൈ ദീപക് ജൽ ഉഠ്തേക്ക്. എങ്ങനെയാണ് ഒരു ദീപത്തിൽ നിന്നും മറ്റൊരു ദീപം തെളിയുന്നത് അതുപോലെ. ഉസി പ്രകാർ അനേക ശോധ ഛാത്രോനെ ആകെ ചൽക്കർ കാഫി അച്ഛാ കാം കിയ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ശിക്ഷണത്തിൽ മുന്നോട്ട് പോയത് കൊണ്ട് ധാരാളം വിദ്യാർത്ഥികൾ പിന്നീട് വലിയ വലിയ പേരുകൾ സമ്പാദിച്ചു, അല്ലെങ്കിൽ അവർ പ്രശസ്തിയായിരുന്നു. ഉനീമേ കൈ ഛാത്ര ബാദമേ ഉच्च പദവും पर പ്രതിഷ്ഠിത് हुए. അതിൽ കുറേ വിദ്യാർത്ഥികൾ ഒരു ഹൈ പൊസിഷനിൽ എത്തുകയും ചെയ്തു. വിജ്ഞാൻ കെ പ്രചാർ പ്രസാർ के लिए वे करंट साइंस नामक एक पत्रिका का भी संपादन करते थे. रामन प्रभाव केवल प्रकाश की किरणों तक ही सिमटा नहीं था. उन्होंने अपने व्यक्तित्व के प्रकाश की किरणों से पूरे देश को आलोकित और प्रभावित किया. അദ്ദേഹം കേവലം എന്താണ് പ്രകാശത്തിൻ്റെ കിരണങ്ങളെക്കുറിച്ച് മാത്രമല്ല, വ്യക്തിത്വത്തിൻ്റെ പ്രകാശം എങ്ങനെയാണെന്നുള്ളതും കൂടി അദ്ദേഹം കാണിച്ചു കൊടുത്തു. उनकी मृत्यु 21 नवंबर सन 1970 के दिन 82 वर्ष की आयु में हुई. അദ്ദേഹത്തിൻ്റെ മരണം എപ്പോഴാണ്? 1970 നവംബർ 21 82 വയസ്സുള്ളപ്പോഴാണ് അദ്ദേഹം മരിച്ചത്. രാമൻ വൈജ്ഞാനിക് ചേതന और ദൃഷ്ടി की സാക്ഷാത് പ്രതിമൂർത്തി ദേ. അദ്ദേഹം ശാസ്ത്രത്തിൻ്റെ രീതിയിലും അതുപോലെ തന്നെ ആ വ്യൂ പോയിൻ്റ്, ആ ശാസ്ത്രീയ വീക്ഷണത്തിൽ സാക്ഷാത് പ്രതിമൂർത്തി ദേ. ഒരു പ്രതിമൂർത്തി എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കറക്റ്റായിട്ടൊരു പ്രതിമൂർത്തി, അതായത് നല്ലൊരു വ്യക്തി എന്നല്ല, ശാസ്ത്രീയ ബോധത്തിൽ ഒരു ഉന്നത വ്യക്തിയായിരുന്നു. उन्होंने हमें हमेशा ही यह संदेश दिया कि हम अपने आसपास घट रही विभिन्न प्राकृतिक घटनाओं की छानबीन एक वैज्ञानिक दृष्टि से करें. അദ്ദേഹം എന്താണ് നമുക്ക് സന്ദേശം തന്നത്? നമ്മുടെ ചുറ്റുവട്ടത്ത് കാണുന്ന ഓരോരോ കാര്യങ്ങളും, പ്രകൃതിയിൽ കാണുന്ന ഘടനാവും സംഭവങ്ങൾ അല്ലെങ്കിൽ ഓരോരോ കാര്യങ്ങളിലും വൈജ്ഞാനിക് ദൃഷ്ടിസെ സൂക്ഷ്മ രീതിയിൽ അതിൻ്റെ സയൻസ് പരമായ കാര്യങ്ങളും കൂടി ശ്രദ്ധിക്കണമെന്ന് നമുക്ക് സന്ദേശം തന്നു. അതായത് എന്താണ്, ഏതാണ്, അതെന്താണ് ഇങ്ങനെ എന്നൊക്കെ കണ്ടുപിടിക്കണം, അതിനെക്കുറിച്ച് ചിന്തിക്കണമെന്ന്. तभी तो उन्होंने संगीत के सुर ताल और प्रकाश की किरणों की आभा के अंदर से वैज्ञानिक सिद्धांत गोच निकाले. हमारे आसपास ऐसी न जाने कितनी ही चीज़ें बिखरी पड़ी है. അദ്ദേഹം പറയുകയാണ്, നമ്മുടെ ചുറ്റുവട്ടത്ത് എന്തോരം സാധനങ്ങളാണ് അങ്ങനെ നിരന്ന് കിടക്കുന്നത്. ജോ അപ്പനെ പാത്രയ്ക്ക് തലാഷ്മേഹെ, അതായത് അതെന്താണ്, അതിൻ്റെ രഹസ്യം എന്താണ് എന്ന് കണ്ടുപിടിക്കേണ്ടതായിട്ടുണ്ട്. ജറൂറത്ത് ഹേ രാമൻ കെ ജീവൻ സെ പ്രേരണ ലേനേക്ക്. എന്താണ് അത്യാവശ്യം? രാമൻ്റെ ജീവിതം എങ്ങനെയാണോ അതിലൂടെ നമുക്ക് അത് കണ്ടുപഠിക്കുക, ആ പ്രേരണയിലൂടെ മുന്നോട്ട് പോവുക. അവർ പ്രകൃതിക്ക് ബീച്ച് ചുപ്പേ, അതുപോലെ തന്നെ പ്രകൃതിയിൽ ഒളിഞ്ഞു കിടക്കുന്ന വൈജ്ഞാനിക രഹസ്യക വേദൻ കർണേക്ക്. വൈജ്ഞാനിക പ്രകൃതിയിൽ ഒളിച്ചിരിക്കുന്ന ശാസ്ത്രീയപരമായ കാര്യങ്ങൾ കണ്ടുപിടിക്കുക എന്നുള്ളതായിരുന്നു അദ്ദേഹം നമുക്ക് തന്ന ഉപദേശം, സന്ദേശം. എല്ലാവർക്കും മനസ്സിലായെന്ന് തോന്നുന്നു. താങ്ക് യു.